എറണാകുളം നോർത്ത് പറവൂരിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. വിദ്യാധരന്റെ ഭാര്യ വനജയാണ് കൊല്ലപ്പെട്ടത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം വിദ്യാധരൻ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇതിന്റെ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, കുടുംബ പ്രശ്നമാകാം സ്വാഭാവികമായി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിംഷാദ്, അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, കുടുംബ പ്രശ്നങ്ങളാണ്. ഇന്ന് രാവിലെയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടത്. ഈ ദമ്പതികൾക്ക് 2 പെൺമക്കളാണുള്ളത്. രണ്ടുപേരും വിവാഹിതരാണ്. മൂത്ത മകൾ ചങ്ങനാശ്ശേരിയിലാണ്. രണ്ടാമത്തെ മകൾ ഇപ്പോൾ ഇവർ ഈ കൊല്ലപ്പെട്ട ഈ വീടിന് ഏതാനും ദൂരം അപ്പുറമാണ് ഇളയ മകൾ താമസിക്കുന്നത്. രാവിലെ ഇളയ മകൾ അമ്മയെ ഫോൺ ചെയ്തു, പക്ഷേ ഫോണിൽ കിട്ടിയില്ല. തുടർച്ചയായി വിളിച്ചിട്ടും പ്രതികരണമില്ലാതിനെ തുടർന്ന് അയൽവാസിയോട് വിവരം ചോദിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അയൽവാസി വന്ന് നോക്കിയപ്പോഴാണ് ഈ വീട്ടിൽ ഇങ്ങനെ മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. ഇതിൽ ഈ വനജയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. തൊട്ടടുത്ത കിടപ്പുമുറിയിൽ വിദ്യാധരന്റെ മൃതദേഹം തൂങ്ങിയ നിലയിലും കാണുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ വനജയെ കൊലപ്പെടുത്തിയ ശേഷം വിദ്യാധരൻ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ വിദ്യാധരൻ എന്ന് പറയുന്നത് സ്വകാര്യ ഏജൻസിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അതേസമയം നന്ദ്യാട്ടുകുന്നം ഗാന്ധി മന്ദിരത്തിൽ ജീവനക്കാരിയായി വിരമിച്ചയാളാണ് വനജ. ഇവർക്ക് കാഴ്ചക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് ചില മാനസിക പ്രശ്നങ്ങൾ വനജയ്ക്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതുമൂലമാണ് ഇവർക്കിടയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇന്നലെ ഉണ്ടായ പ്രശ്നത്തിന്റെ തുടർച്ചയായി വിദ്യാധരൻ ഈ വനജയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതുവരെ ഉള്ള നിഗമനം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നോർത്ത് പറവൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. പ്രാഥമിക നിഗമനം ഇതാണ്: ഈ വനജയെ കൊലപ്പെടുത്തിയ ശേഷം വിദ്യാധരൻ തൂങ്ങി മരിച്ചു എന്നുള്ളത് തന്നെയാണ് കുടുംബ പ്രശ്നമാണ് കാരണം എന്നുള്ളതാണ് ഇതുവരെയുള്ള നിഗമനം. ജിംഷാദ്. ശരി, ഉമേഷ്.